സ്നേഹമുള്ളവരെ, എന്നെ ആത്മീയമായി കുറച്ച് പേർ ചോദിച്ചു, നല്ല സമരിയക്കാർ ഒന്ന് വിശദീകരിച്ച് തരുമോ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നിത്യജീവനെ പറ്റി ഈശോ ആദ്യം പറയുന്നത്. അതായത് നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഈശോയുടെ കൂടെ നിൽക്കുക, ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുക, അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നിത്യജീവിതം. അതായത് ഈ നിത്യജീവിതത്തെപ്പറ്റി കർത്താവ് പറയുന്നതിൽ ഏറ്റവും രഹസ്യം നിത്യമായി വസിക്കുന്ന ജീവിതം നിത്യജീവിതം. ഈ ലോകത്തും മരണശേഷവും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. പത്രോസിനോട് ഈശോ പറഞ്ഞു, നീ പോകുന്നില്ലേ? പത്രോസ് ഉടനെ പറഞ്ഞു, ഞാൻ ഇവിടെ പോകും, നിത്യജീവൻ്റെ വചനം അങ്ങയുടെ പക്കലുണ്ടല്ലോ. അപ്പോൾ ആ രഹസ്യമാണ് നിത്യജീവൻ കർത്താവിനോട് കൂടെ നിൽക്കുന്നവർക്ക് ലഭിക്കും. അതുപോലെ നിത്യജീവന് തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. എന്ന് പറഞ്ഞാൽ പല അനുഭവ ജ്ഞാനങ്ങൾ വ്യത്യസ്തമാണ്, വ്യത്യസ്ത തരത്തിലുള്ള എനർജി ഗ്രൂപ്പുകളുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഈശോ പറഞ്ഞാൽ എന്താ? അതായത് അനേകം വാസ്തവങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലുണ്ട്, സ്ഥലമൊരുക്കുമ്പോൾ ഓരോരുത്തരെയും വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അതിൽ തന്നെ ഒത്തിരി വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ടെന്നാണ്. പക്ഷേ നിത്യവും തന്നെയാണ്. അതോടൊപ്പം പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി എന്ന് പറയുന്നത് അത് എവിടെയായാലും ഏത് ജോലിസ്ഥലമായാലും നമ്മൾ വളരെ വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് എന്ന് കർമ്മം ചെയ്യുക. അവിടെ അവിശ്വസ്തത കാണിക്കരുത് ഏത് ജോലിസ്ഥലത്തും ഏത് കർമ്മത്തിലുമെന്ന് കർത്താവ് പറയുന്നു. പിന്നെ അർദ്ധപ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തോരം അർദ്ധപ്രാണനാക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യനെ പിടിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ മൂല്യമായ സമ്പത്തെല്ലാം വലിച്ചെടുത്ത് അവൻ്റെ ഇതെല്ലാം മേടിച്ചെടുത്ത് അവനെ അർദ്ധപ്രാണനാക്കി മാറ്റിയിരുന്ന അവസ്ഥകൾ എല്ലാ ജീവിത സാഹചര്യത്തിലും ഇല്ലേ? അതോടൊപ്പം തന്നെ അവനെ ചിലപ്പോൾ കൊന്നു കളയുകയും ചെയ്യും. കാരണം രഹസ്യം ആരും അറിയരുത്, അവനെ പറ്റിച്ച കാര്യം അറിയരുത്. ഇങ്ങനെ ഒത്തിരി അവസരങ്ങൾ ഈ ലോകത്ത് ജീവിതം ഉണ്ടാകുന്നുണ്ട്. അവന് കിട്ടുന്ന അവസ്ഥ എന്തൊരവസ്ഥയായിരിക്കും? ആ ചെയ്യുന്ന കർമ്മത്തിന് നരകശിക്ഷയായിരിക്കും. അതോടൊപ്പം തന്നെ പാതി വഴി എന്ന് പറയുമ്പോൾ, പകുതി വഴി ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ, അത് പലപ്പോഴും ഭർത്താവ് ഭാര്യനെ പാതി വഴിയിൽ വിടുന്നു, കാമുകൻ കാമുകയും അങ്ങോട്ട് പരസ്പരം ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ മക്കൾ മാതാപിതാക്കളെ, സഹോദരൻ സഹോദരനെ, രാഷ്ട്രീയക്കാർ അവരുടെ അനുയായി രാഷ്ട്രീയക്കാർ, അങ്ങനെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും പകുതി വഴിയായി നിർത്തുക. കാരണം ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറില്ല, റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറില്ല. അതുപോലെ മറുവഴിയെ പോവുക. എന്തെല്ലാം കണ്ടിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അത് മനസ്സിലാക്കാതെ പാതി വഴിയിൽ ഇട്ടുപോകുന്ന അവസ്ഥയും ജീവിതമുണ്ട്. വേറൊരു വഴിയിലൂടെ പോവുക, കണ്ടില്ല എന്ന് നടിച്ചു പോവുക. ഇത് ജീവിതത്തിന് ഏറ്റവും വലിയ അപകടം നിറഞ്ഞ അവസ്ഥയാണ്. നിത്യജീവിതം ലഭിക്കണമെങ്കിൽ കരുണയാണ്. അപ്പോൾ ആർക്കും അർഹതപ്പെടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൾക്ക് അർഹതപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്ന അവസ്ഥയാണ് കരുണ എന്ന് പറയുന്നത്. അത് ഇച്ചിരി റിസ്ക് പിടിച്ച കാര്യമാണ്. ആ കരുണയുടെ ഏറ്റവും വലിയ ലഭിക്കുന്ന അനുഗ്രഹമാണ് നിത്യജീവൻ. സത്യമായിട്ട് ലഭിക്കുന്ന കാര്യമാണ്. നിത്യജീവൻ എല്ലാവർക്കും ഉണ്ട്. അത് ചില മാനദണ്ഡങ്ങളുണ്ടെന്നേ ഉള്ളത്, സംഭരിക്കുന്ന അവസ്ഥയിലുള്ള മാനദണ്ഡങ്ങളാണ്. അപ്പോൾ എല്ലാവരും നിത്യയിലേക്ക് എത്തിച്ചേരട്ടെ, സമ്പാദിക്കട്ടെ, കരുണയുള്ളവരായിരിക്കട്ടെ. അതിനാൽ ഡെയിലി വിത്ത് ഗ്രേസ് എല്ലാവരും കാണണം. ഉദ്ധിത ദൈവം